ഹായ് ഓൾ, വെൽക്കം ടു എൽ അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു മധ്യപ്രദേശിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ്. അത് ഡോക്ടർ ഹരിസിംഗ് ഗൗർ വിശ്വവിദ്യാലയ, സാഗർ, മധ്യപ്രദേശിലാണ്. ഓക്കെ. അപ്പം ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും അത്ര പരിചിതമല്ലാത്തൊരു പേരാണ്. എന്നാൽ ഇവിടെയാണ് ഒരു ബെനിഫിറ്റ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്കോർ കാർഡ് കാണുന്ന സമയത്ത് CUT എക്സാം എഴുതി അതിന്റെ സ്കോർ കാർഡ് വന്നു, അത് നോക്കുന്ന സമയത്ത് സ്കോർ കുറച്ച് കുറവാണെങ്കിൽ പോലും നമുക്കൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുള്ള മോഹത്തെ ധന്യമാക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടെയാണ്. കാരണം ഇത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. കഴിഞ്ഞ വർഷത്തെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കട്ട് ഓഫിന്റെ കേസിൽ ഇപ്പം അങ്ങനെ ഒരു പെർട്ടിക്കുലർ കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തത് പറയാനേ പറ്റില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ മാർക്കിന്റെ ഒരു കേസിൽ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യേണ്ട ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ CUTയുടെ സ്കോർ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു പോർട്ടൽ എന്ന് പറയുന്നത് സമർത്ഥ് പോർട്ടലാണ്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വരേണ്ടത് DHSGSU എന്ന് പറയും .edu in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻസ് ഉണ്ട്. അഡ്മിഷൻസിൽ 2026-27 അക്കാഡമിക് ഇയറിലേക്കുള്ള അഡ്മിഷൻസിൽ ഇത്രയും പ്രോഗ്രാംസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ PG ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ PG അഡ്മിഷൻ ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത് എന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അന്ന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 10 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്ക് രജിസ്ട്രേഷൻ ഫീസ്, അതായത് അപ്ലൈ ചെയ്യുന്നതിന് ഒരു കൗൺസിലിംഗ് ഫീ അവർ വാങ്ങുന്നുണ്ട്. അത് ഓരോ പ്രോഗ്രാമിനും 500 രൂപയാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു പ്രോഗ്രാമും കൂടെ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു 100 രൂപയും കൂടെ ചാർജ് വരുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് നിങ്ങൾ ഏത് പ്രോഗ്രാമിനാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത്. ഓൾസോ നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോകാൻ ഉദ്ദേശിച്ച പ്രോഗ്രാമിന്റെ ടെസ്റ്റ് പേപ്പർ കോഡ് വെച്ചിട്ടുള്ള എക്സാം, CUT എക്സാം നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അതേപോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും. അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു PDF എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, റീഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കോഴ്സുകൾ, ഇപ്പം MA പ്രോഗ്രാംസ്, അതേപോലെ MSc MCOM, പിന്നെ അതേപോലെ PG ഡിപ്ലോമ, MBA, ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ കേസിൽ ഇപ്പം നമ്മൾ നോക്കാൻ പോവാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഈ ഒരു കോഴ്സാണ് വരുന്നതെങ്കിൽ അവർ പറയുന്നുണ്ട് നമ്മൾ ഈ ഒരു ടെസ്റ്റ് പേപ്പർ കോഡ് വെച്ചിട്ടുള്ള CUT എക്സാം ആണ് എഴുതേണ്ടത് എന്നുള്ളത്. അപ്പം QP12 എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റ് പേപ്പർ കോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് ഓക്കെയാണ്. ഓക്കെ, അതായത് MBA പ്രോഗ്രാം ആണ്. അതേപോലെ അവർ പറയുന്നുണ്ട് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. അതോടൊപ്പം തന്നെ അതായത് ജനറൽ, EWS, OBC, NCL കാറ്റഗറി ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് 45% മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുടെ നിങ്ങളുടെ ബാച്ചിലേഴ്സിൽ കിട്ടണം എന്നും കൂടെയാണ് അവർ പറയുന്നത്. ഇനി SC ST PWD കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ 40% മാർക്ക് മാത്രം മതിയാകും. കുറച്ച് കുറവാണല്ലേ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മൊത്തത്തിൽ മാർക്കിന്റെ കേസിൽ ഒരു റിലാക്സേഷൻ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം തന്നെ നമ്മുടെ ബാക്കിയുള്ള അക്കാഡമിക്സ് ആയിക്കോട്ടെ, അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, ഇതൊന്നും അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ. ഇനി ജിയോഗ്രഫി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും MA അതേപോലെ MSc കോഴ്സായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതാണ് അതിന്റെ ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ. നമ്മളിതാ ഹിസ്റ്ററി എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ. ഹിസ്റ്ററി എവിടെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പേപ്പർ കോഡ് നിങ്ങൾ എഴുതിയിരിക്കണം. ആൻഡ് ഓൾസോ അവർ പറയുന്ന ഈ ഒരു എലിജിബിലിറ്റി കണ്ടോ, അവർ പറയുന്നുണ്ട് നമുക്ക് 45% മാർക്കാണ് എന്ത് വേണ്ടത്, നമ്മുടെ ഡിഗ്രിക്ക് വേണ്ടത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് എല്ലാവരും മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും ഈ ഒരു PDF എടുത്തിട്ട് ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ അറിയാത്ത ഒരുപാട് കോഴ്സുകൾ, എന്നാൽ നമ്മൾ കാണുന്ന സമയത്ത് എനിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കുന്ന കോഴ്സുകൾ ആക്ച്വലി ഇതിലുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയാണ് നമുക്ക് PGക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഇവിടെ ഫിസിക്സ്, സുവോളജി, ബോട്ടണി, അങ്ങനെ ബയോടെക്നോളജി, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾ അത് നോക്കുക. പിന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നമുക്കറിയാം CUT എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവിടെ ഏജ് ലിമിറ്റ് ഇല്ല. എന്നാൽ നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഏജ് റിക്വയർമെന്റ്സ് അവർ പറയുന്നുണ്ട്. അതായത് MA, അതേപോലെ MSc MCOM, MBA, MPharm, MTech, MSW, ഇങ്ങനത്തെ കുറച്ച് കോഴ്സുകളുടെ കേസിൽ
അവർ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, 27 വയസ്സിന് മുകളിലാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ഏത് കാറ്റഗറിയാണ്? ജനറൽ, EWS, അതേപോലെ OBC NCL കാറ്റഗറി ആണ്. ഇനി SC ST PWD കാറ്റഗറി ആണെങ്കിൽ അവർക്ക് 32 ഇയേഴ്സ് വരെ അല്ലെങ്കിൽ 32 വർഷം കഴിയരുത് എന്നുള്ളതാണ് അതിന്റെ ഏജ് റിക്വയർമെന്റ് വരുന്നത്. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിച്ചു നോക്കാൻ പറ്റും. അതല്ലാതെ ഇപ്പോൾ ലൈബ്രറി സയൻസ് പോലത്തതാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. പിന്നീട് നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര സീറ്റ് ഓരോ കോഴ്സുകൾക്കും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കോഴ്സിന്റെ അതായത് സീറ്റിന്റെ അവൈലബിലിറ്റി എന്നുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരുപാട് സീറ്റുകൾ ആക്ച്വലി അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി എക്കണോമിക്സിന്റെ കേസ് നോക്കുമ്പോൾ അവിടെ 37 സീറ്റാണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് 2 ഇയേഴ്സ് പ്രോഗ്രാമാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും എത്ര സീറ്റുകൾ ആക്ച്വലി അവിടെ വരുന്നുണ്ട് എന്നുള്ളത്. പൊളിറ്റിക്കൽ സയൻസിന് പോകണമെന്നുണ്ടെങ്കിൽ 25 സീറ്റാണ് വരുന്നത്. ഇനി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്, 12 സീറ്റാണുള്ളത്. സോഷ്യോളജി, ഉറുദു, ബയോടെക്നോളജി, ബോട്ടണി, കെമിസ്ട്രി, പിന്നെ എൻവിറോൺമെന്റൽ സയൻസ് വരുന്നുണ്ട്. ഫോറൻസിക് സയൻസിൽ അവർ പറയുന്നുണ്ട് നമ്മുടെ ക്രൈറ്റീരിയ ആണ് ആക്ച്വലി ഇവിടെ കൊടുത്തിട്ടുള്ളത് BSc ഇൻ എനി സബ്ജക്റ്റ് ആണ്. ആൻഡ് 25 സീറ്റ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഫീസിന്റെ കേസിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് എത്ര സീറ്റ് അവൈലബിൾ ആണ് എന്ന് നോക്കാം കേട്ടോ. ഇവിടെ MBA ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടോ 60 സീറ്റോളം അവിടെ വരുന്നുണ്ട്. പിന്നെ യോഗ, സയൻസ്, ഒരുപാട് സാധ്യതയുള്ള ഒരു കോഴ്സാണ്. അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ആക്ച്വലി ഇവിടെ വരുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഫീസിന്റെ സ്ട്രക്ചർ നോക്കാൻ പോവാണ്. അതായത് ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്കറിയാം 4 സെമസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. അതിൽ സെമസ്റ്റർ വൈസ് എങ്ങനെയാണ് അതിന്റെ ഫീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം MSc ആണ്, മാസ്റ്റർ ഓഫ് സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു സെമസ്റ്ററിൽ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വെറും 4000 റുപ്പീസ് ആണ് അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾ ബാക്കിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ളത്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സെമസ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തായിരിക്കും, അതിലും കുറവായിരിക്കും ആ ഒരു ഫീ വരുന്നത്. ഓക്കെ, അതേപോലെ ഓരോ സബ്ജക്ട്സ് പറയുന്നുണ്ട്, നിങ്ങൾ നോക്കുക. MA ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വെറും 3000 രൂപ മതി. ഓക്കെ, ആ രീതിയിൽ ഇവിടെ നമ്മുടെ ഫീസിന്റെ സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്മിഷൻ 2026-27 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് എന്ന് പറയുന്നത് സമർത്ഥ് പോർട്ടലാണ്. അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ CUET ആപ്ലിക്കേഷൻ നമ്പർ അതേപോലെ റോൾ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡാറ്റാസ് നിങ്ങളുടെ കയ്യിൽ വേണം ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഓൾസോ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ CUETക്ക് എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്, നിങ്ങളുടെ പേര്, അതേപോലെ നിങ്ങളുടെ ഫാദർ മദറിൻ്റെ പേര്, അതേപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇങ്ങനത്തെ കാര്യങ്ങൾ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വൺസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം അത് കറക്റ്റ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ നമ്പർ, റോൾ നമ്പർ, നിങ്ങളുടെ പേര്, ഫുൾ നെയിം കൊടുക്കുക. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങളുടെ കൺസെന്റ് കൊടുത്തിട്ട് ഇവിടെ ക്യാപ്ച വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്, അത് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളോട് പറയുന്നുണ്ട്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ലോഗിൻ ചെയ്യാനായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലേ. പാസ്വേഡ് ആക്ച്വലി നമ്മൾ സെറ്റ് ചെയ്യണം. ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, അവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യുമ്പോൾ ഒരു OTP വരുന്നതായിരിക്കും. നിങ്ങൾ ആ OTP അടിച്ചു കൊടുത്തിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നമ്മൾ ക്യാപ്ച അടിച്ചു കൊടുക്കുന്നു, ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റിക്കും സമർത്ഥ് പോർട്ടൽ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി നോക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇവിടെയും സെയിം ആണ്. ആദ്യം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത്. പിന്നെയാണ് നമ്മുടെ ഏത് പ്രോഗ്രാം നിങ്ങൾ ചൂസ് ചെയ്യുന്നു, ആൻഡ് ലാസ്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പേയ്മെന്റിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ലോഗിൻ ചെയ്തു, ഡാഷ്ബോർഡിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളോട് ആദ്യം ചോദിക്കുന്നത് ഈ ഒരു ഏരിയ എന്നാണ് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആക്ച്വലി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് കറക്റ്റ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും, അത് അങ്ങനെ തന്നെയല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക,
അത് കറക്റ്റ് അല്ലേന്ന്. പിന്നെ നിങ്ങളിവിടെ കാറ്റഗറി, ഇപ്പോൾ ഏത് കാറ്റഗറിയാണോ, OBC NCL ആണോ അല്ലെങ്കിൽ SC ST ആണോ, അങ്ങനത്തെ കാറ്റഗറി നോക്കുക, കൊടുക്കുക കറക്റ്റായിട്ട്. എന്നിട്ട് ഏത് സർട്ടിഫിക്കറ്റിന്റെ നമ്പർ കൊടുക്കുക, അതേപോലെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് ഡേറ്റ് കൊടുക്കുക. അപ്പം ചില യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് അവർക്ക് 2026 ഏപ്രിൽ 1 ശേഷമുള്ള ഈ ഒരു കാറ്റഗറി സർട്ടിഫിക്കറ്റ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ നോക്കുക അങ്ങനത്തെ എന്തെങ്കിലും എലിജിബിലിറ്റീസ് അവർ പറയുന്നുണ്ടോ എന്നുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇമെയിൽ ID കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തു തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ടാകും. മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക കേട്ടോ. ഓക്കെ, നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് അത് തന്നെയായിരിക്കും. നിങ്ങളുടെ കറസ്പോണ്ടിങ് അഡ്രസ്സും അത് തന്നെ എന്ത് ചെയ്യുക, പെർമനന്റ് അഡ്രസ്സായിട്ട് കൊടുക്കുക അങ്ങനത്തെ ആളുകൾക്ക്. പിന്നീട് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ഇതിന് ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ ഇതിന് മുൻപ് എന്നുള്ളത്. അപ്പം നോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. നോ ആയിട്ട് അല്ലെങ്കിൽ നോട്ട് പ്രൊവൈഡഡ് കൊടുക്കാൻ പറ്റും. പിന്നെ ഫാമിലി ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മദറിന്റെ പേര്, അതേപോലെ ഫാദറിന്റെ പേര്, അവരുടെ മൊബൈൽ നമ്പർ, ഓക്യുപ്പേഷൻ, ക്വാളിഫിക്കേഷൻ ഒക്കെ കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റെഡ് മാർക്കിൽ കാണാൻ പറ്റും അല്ലെ. അപ്പോൾ അതാണ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അതല്ലാത്ത നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും. എങ്കിൽ കൂടി ഒരു കാര്യം കൂടെ പറയാം, ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ കേസ് സീറ്റ് ഉറപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ ഫീസ് അടച്ചുകൊണ്ടാണ്, ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഫീസ് അടച്ചുകൊണ്ടാണ്. ഇനി നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, വിഡ്രോ ചെയ്യാണ്. ആ സീറ്റ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എമൗണ്ട് തിരിച്ചു വരുന്നത്, റീഫണ്ട് കിട്ടുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസിലേക്കായിരിക്കും, അല്ലെ ബാങ്ക് നമ്പറിലേക്കായിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെതോ നിങ്ങളുടേതോ എന്ത് ചെയ്യുക, ബാങ്ക് ഡീറ്റെയിൽസ് കറക്റ്റ് ഇവിടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ ഫാമിലി ഇൻകം ചോദിക്കുന്നത് OBC NCL കാറ്റഗറി ആണെങ്കിൽ 8 lakh എബോവ് വരുമ്പോൾ നമുക്ക് OBC സർട്ടിഫിക്കറ്റ് വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഇൻകം കറക്റ്റ് നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറി സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് പറ്റും. എമർജൻസി കോൺടാക്ട് നമ്പർ കൊടുക്കുക. പിന്നെ നമ്മളോട് ചോദിക്കും നിങ്ങൾ PWD കാറ്റഗറി ആണോ, അതായത് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. ഇതൊന്നും നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇനി ചിൽഡ്രൻസ് ഓഫ് വിഡോസ് ഓഫ് ആംഡ് ഫോഴ്സ് പേഴ്സണൽ ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല എന്ന് കൊടുക്കുക. പിന്നെ ചില സമയങ്ങളിൽ നമ്മളോട് ചോദിക്കുന്നതാണ് സിംഗിൾ ഗേൾ ചൈൽഡ് ആണോ എന്നുള്ളത്. അതോടൊപ്പം തന്നെ അവർ ചോദിക്കാറുണ്ട് NCC NSSനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി നമ്മൾ പോകുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൺഫേം ചെയ്യുന്ന ഒരു മെത്തേഡിലേക്കാണ്. ഇവിടെ നമുക്ക് 45% ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റിന്റെ കേസിൽ ബാച്ചിലേഴ്സിൽ അവർ വേണമെന്ന് പറയുന്ന ഒരു മാർക്ക്. ഓക്കെ, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ 10th ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. 10th പാസ്സാകുന്ന ഇയർ ഏതായിരുന്നു, അതേപോലെ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, നിങ്ങളുടെ ഡിവിഷൻ ലൈക്ക് ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഡിവിഷൻ ആണോ ഡിസ്റ്റിങ്ഷൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്കൂൾ ഏത് സ്കൂളിലായിരുന്നു പഠിച്ചത്, ബോർഡ് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കൊടുക്കുക. നിങ്ങളുടെ ഏതൊക്കെയാണ് സബ്ജക്ട് കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. ഓക്കെ, ഇനി +2 ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ നേരത്തെ 10th പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക. ചില കേസിൽ നിങ്ങളോട് മാത്സ് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കും. ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഇനി രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓരോ സബ്ജക്റ്റ്, അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള 6 വിഷയങ്ങളും നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഒന്നുകൂടെ വരുന്നുണ്ട്. അത് ടോട്ടൽ മാർക്ക് എത്രയാണ്, അതേപോലെ തന്നെ ഒബ്റ്റൈൻഡ് മാർക്ക് എത്രയാണ് എന്നുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ഗ്രാജുവേഷന്റെ റിസൾട്ട് അല്ലെങ്കിൽ എന്തായിട്ടുണ്ട്, നമ്മൾ ക്വാളിഫൈഡ് ആണോ എന്നുള്ളതാണ്. ഇപ്പം ഈ വർഷം എക്സാം അല്ലെങ്കിൽ എക്സാം എഴുതുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ 2026 എന്ത് ചെയ്യുന്നത്, ഈ പാസ്സാവുന്നത് എന്നുള്ളത് കൊടുക്കുക. അതേപോലെ അപ്പിയർഡ് അല്ലെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കുക. നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷൻസ് കൊടുക്കാൻ പറ്റും. ഓണേഴ്സ് ആണോ എന്നുള്ളത് ചില യൂണിവേഴ്സിറ്റിക്ക് മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളോട് ഹോണേഴ്സ് ആണെങ്കിൽ ഏതാണ് ആ സബ്ജക്റ്റ് എന്നുള്ളത് ചോദിക്കും. നിങ്ങൾ പഠിച്ചിട്ടുള്ള കോളേജ്, അതേപോലെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണ് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ചോദിക്കും. അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് കറക്റ്റ് കൊടുക്കുക. ഇനി വെരിഫിക്കേഷൻ ആണ്, നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ശരിക്കും ആക്ച്വലി നിങ്ങളുടെ സ്ക്രീന് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അവിടെ മാസ്റ്റേഴ്സ് കാണാൻ പറ്റും, അതേപോലെ നമ്മുടെ PhD എന്നുള്ള രീതിക്ക് ഡോക്ടറേറ്റ് എന്ന് കാണാൻ പറ്റും, അതേപോലെ ബാച്ചിലേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്നുള്ള ഒരു 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 ബാറായിട്ടാണെന്ന് തോന്നുന്നു, ഐ ഗസ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏത് പ്രോഗ്രാമിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവിടെ
ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പോകുന്നത് അപ്ലോഡ് എന്ന് പറഞ്ഞ ഒരു സെഷനിലേക്കാണ്. ഓക്കെ, അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമേജ്, അതായത് നമ്മുടെ ഫോട്ടോ കൊടുക്കേണ്ടതുണ്ട്, നമ്മുടെ സിഗ്നേച്ചർ കൊടുക്കേണ്ടതുണ്ട്, സർട്ടിഫിക്കറ്റുകളായിട്ടുള്ള നമ്മുടെ 10th +2 അതേപോലെ നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഫോർമാറ്റ് ആണ്. JPEG ഇമേജ് ഫോർമാറ്റ് ആണ് അവർ ചോദിക്കുന്നത്. സോ അതിന് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഫയൽ സൈസ്, ഇപ്പോൾ നമ്മൾ PDF രൂപത്തിലാണെങ്കിൽ 10 KB to 500 KB ആ ലിമിറ്റ് അവർ പറയും. അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. ഒരു ഫോർമാറ്റും അതേപോലെ ഫയൽ സൈസും കറക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ CUETയുടെ സ്കോർ കാർഡ്, അഡ്മിറ്റ് കാർഡൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഫോട്ടോ, സിഗ്നേച്ചർ, അതേപോലെ OBC NCL, അപ്പോൾ ഏത് കാറ്റഗറി ആണോ അതിൻ്റെത് വരും. പിന്നെ സ്കോർ കാർഡും അഡ്മിറ്റ് കാർഡും വരും. പിന്നെ പാസ്പോർട്ടൊന്നും വരില്ല കേട്ടോ. അതേപോലെ 10th മാർക്ക്, +2 മാർക്ക്, ഈ കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി അവർ ചോദിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് പോകാൻ പറ്റുന്നത് ഈ ഒരു പേയ്മെന്റിലേക്കാണ്. ഓക്കെ, അവിടെ എമൗണ്ട് കാണിക്കും. ഇപ്പോൾ 500 ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അതായത് ഒരു പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് 500 റുപ്പീസ് ആണ്. സോ നിങ്ങൾക്ക് പിന്നീട് ഏതെങ്കിലും ഒരു ഗേറ്റ് വേ ത്രൂ പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പേയ്മെന്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്കൊരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൺഫർമേഷന് വേണ്ടിയിട്ട് ഇതൊന്നും കൂടെ റീഡ് ചെയ്തിട്ട് കൺഫേം ചെയ്യുക. അങ്ങനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെന്റിലേക്ക് പോകും. പേയ്മെന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ആക്ച്വലി എന്ത് ചെയ്യാം ഈ ഒരു ഡോക്ടർ ഹരിസിംഗ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ട്, അതേപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻലേണിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നതാണ്. Also, thank you. Thanks for watching.